സോ ഹായ് ഹലോ എവ്രി വൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ നിഫ്റ്റിയുടെ ഇൻട്രാഡേ ലെവൽ ഡിസ്കസ് ചെയ്യാറുണ്ട്. സോ ഓക്കെ, ഇതൊക്കെ എല്ലാം ഇപ്പം ഞാൻ വരച്ച് വെച്ച ഇതൊക്കെ എല്ലാം ഇന്നത്തെ അല്ല, ഇന്നലത്തെ ലെവൽസാണ്. ഞാനൊന്ന് ഡിസ്കസ് ചെയ്യാനായിരുന്നു. ഇന്നലത്തെ വീഡിയോ പോയി നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഈ സെയിം ലെവൽസ് തന്നെയാണ് ഇന്നലെ പ്രൊവൈഡ് ചെയ്തത്. ഓക്കെ, സോ ഫസ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറയാം. ഞാൻ ഇന്നലെ റെസിസ്റ്റൻസ് പറഞ്ഞായിരുന്നു 24,600. ഈ റെസിസ്റ്റൻസ് ഫസ്റ്റ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നിഫ്റ്റി ബുള്ളിഷ് ആവുള്ളൂ. അത് സ്പെഷ്യലി ഞാൻ എടുത്തു പറഞ്ഞായിരുന്നു. അത് ഇന്ന് ബ്രേക്ക് ആയിട്ടില്ല. സോ സ്റ്റിൽ ബിയറിഷിന് കാണും. പിന്നെ വേറൊരു കാര്യം ഞാൻ എടുത്തു പറഞ്ഞായിരുന്നു, നമ്മുടെ യെസ്റ്റർഡേ ലോ ഏതാണ് 24,360. ഇത് ബ്രേക്ക് ചെയ്താലേ മാത്രം വീക്ക്നെസ് വരുള്ളൂ. സ്റ്റാർട്ടിങ്ങിൽ ഒരു വീക്ക്നെസ് കണ്ടില്ല. ബ്രേക്ക് ചെയ്തപ്പോൾ പിന്നെ സഡൻ ബ്രേക്ക് ചെയ്തു. പിന്നെ എല്ലാ ലെവൽസും അവർ ബ്രേക്ക് ചെയ്തു. കാരണം എന്ന് വെച്ചാൽ ഇതാണ് ആ വോളറ്റൈൽ മാർക്കറ്റ് ആയിരുന്നു, ഞാൻ പറഞ്ഞില്ലായിരുന്നു. വോളറ്റൈൽ മാർക്കറ്റ് ആയിരിക്കും, അതിലാണ് സ്പൈക്ക്. അത് ആ സഡൻ സ്പൈക്ക് വന്നു. അത് എവിടെ വരെ പോയി? 24,000 ലോ. ഇന്നൊരു 24,017 നിയർ സംതിങ് ആണ്. അതാണ് ഇന്നത്തെ ലോ. ഓക്കെ, സോ 24,000 ബ്രേക്ക് ചെയ്തിട്ടില്ല. അതും ഞാൻ എടുത്ത് പറഞ്ഞായിരുന്നു. 24,000 നിയർ വന്നാൽ ബൈ വരും. കാരണം അത് മന്ത്ലി ബയർ അവിടെ ഇരിക്കുമായിരിക്കും. കാരണം അത് ഹ്യൂജ് റൗണ്ട് നമ്പറാണ് 24,000. അവിടെ മന്ത്ലി ബയർ മോസ്റ്റ്ലി അവിടെ ഉണ്ടാവേണ്ടതാണ്. സോ ആ ഏരിയ വരുമ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ബൈ. പക്ഷേ ഈ ഇത്രയ്ക്ക് വോളറ്റിലിറ്റി ഇത്രയ്ക്ക് ആണെങ്കിൽ നമുക്ക് എന്തായാലും ഈ സ്പൈക്കുകളൊന്നും ക്യാച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സോ ഇപ്പോൾ നമ്മുടെ മെയിൻ ഇപ്പോൾ ഇനി നാളത്തെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ വീഡിയോ നമ്മൾ ഫുള്ള് കാണുക. എക്സാക്ട് ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത്, എന്താ ഞാൻ പറയണത്, അത് മനസ്സിലാക്കി എടുക്കണം നമ്മളെല്ലാവരും കൂടി. സോ നാളത്തെ ലെവൽ ഫസ്റ്റ് വീണ്ടും ഇത് തന്നെയാണ്. നിഫ്റ്റി ആക്ച്വലി റെസിസ്റ്റൻസ് 24,600 നല്ല റെസിസ്റ്റൻസ് ആണ് നാളത്തേക്കായാലും അത്. ഓക്കെ, സോ അത് നമ്മൾ മറക്കരുത്. നാളത്തെ റെസിസ്റ്റൻസും സെയിം ഇത് തന്നെയാണ് 24,600. പിന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് റെസിസ്റ്റൻസ് വരുന്നത് 24,670 ആണ്. എല്ലാ റീസൺ ഞാൻ ക്ലിയർ ചെയ്യാറുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി എടുക്കണം. എക്സാക്ട്ലി റീസൺ എന്താ, അത് ഇവിടെ കുറേ പ്രാവശ്യം റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ ഈ സോണിലൂടെ. സോ അത് വീണ്ടും റെസിസ്റ്റൻസ് ആയിട്ട് വീണ്ടും ഫേസ് ചെയ്യും. 24,670 ആ ഒരു ഏരിയ 665 or 70 ആയി. 24,670. ഓക്കെ, ആ ഒരു ഏരിയ നല്ല ഒരു റീസൺ. ഇവിടെ വീണ്ടും ഒരു ഇവിടെ നമ്മുടെ ഈ പോർഷനിൽ വീണ്ടും ഒരു ഹൈ അടിച്ചിട്ടുണ്ട്. കണ്ടോ 670 ആ ഒരു ഏരിയ. ഇവിടെ കുറേ കൺസോളിഡേറ്റ് ആയി റെസിസ്റ്റൻസ് എടുത്തു വീണ്ടും. ഓക്കെ, ഇത് പിന്നെ വേറെ സഡൻ ഒരു റെസിസ്റ്റൻസ് വീണ്ടും 24,710 വീണ്ടും വരുന്നുണ്ട്. 2 റെസിസ്റ്റൻസ് ആണ് ആ ഏരിയയിൽ. സോ ഓവറോൾ ബുള്ളിഷ്നെസ് ഇത് കഴിഞ്ഞിട്ടായിരിക്കുള്ളൂ. സോ നമ്മൾ എന്താ ചെയ്യാമെന്നറിയാമോ? 24,600 അബവ് സസ്റ്റെയിൻ ആയാൽ നമുക്ക് പിന്നെ വേറെ ഇടയ്ക്ക് റെസിസ്റ്റൻസ് ഒന്നുമില്ല. വീണ്ടും പിന്നെ 670 and 710 ഈ ഒരു സോൺ ഫുൾ കട്ട റെസിസ്റ്റൻസ് ആയിരിക്കുള്ളൂ. സോ നമ്മൾ ഇതിൻ്റെ അബവ് പോയാൽ മാത്രമേ 24,720 അബവ് സസ്റ്റെയിൻ ആയാൽ മാത്രമേ മുകളിലത്തെ മോർ ബുള്ളിഷ്നെസ് നമുക്ക് കാണത്തുള്ളൂ. ഓക്കെ, ബിയറിഷ്നെസ് വീണ്ടും ഞാൻ 360 ലെവൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ബിയറിഷ്നെസ് 24,360 ബ്രേക്ക് ആയാൽ മാത്രമേ ബിയറിഷ്നെസ് കാണുകയുള്ളൂ. നാളത്തേക്ക് ഇനി അത്ര ബിയറിഷ് അല്ല. റീസൺ നമ്മൾ 1 hour ടൈം ഫ്രെയിം നമ്മൾ 1 hourൽ പോവുകയാണെങ്കിൽ 1 hour നമ്മളിവിടെ പോയി നോക്കുകയാണെങ്കിൽ കണ്ടോ, ഇത് നല്ലൊരു ഫ്രഷ് ബയേഴ്സ് ഈ റെഡ് ക്യാൻഡിലുണ്ടോ, നല്ല സെലേഴ്സ് വന്നു. പ്രൈസ് പൊക്കി കൊണ്ടുപോയത് ആരാ? പ്രൈസ് ആക്ഷനിൽ ഞാൻ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഞാൻ എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പോയി വീഡിയോ കാണുക. ബുള്ളിഷ്നെസ്, ദാറ്റ് മീൻസ് പ്രൈസ് ഫുള്ളി ഈ നെക്സ്റ്റ് ക്യാൻഡിൽ ഗ്രീൻ ആക്കിയത് ബയേഴ്സാണ്. ദാറ്റ് മീൻസ് അവർ ഈ റെഡ് ക്യാൻഡിൽ വന്ന സെലേഴ്സിന് മൊത്തത്തിൽ റിജക്റ്റ് ചെയ്തു. മനസ്സിലായോ? സെലേഴ്സിന് റിജക്റ്റ് ചെയ്തത് ആരാ? ബയേഴ്സാണ്. അതാണ് ഈ ഗ്രീൻ ക്യാൻഡിൽ വരുന്നത്. ദെൻ പ്രൈസ് മുകളിലേക്ക് ക്ലോസിങ് കിട്ടിയത്, ലാസ്റ്റിൽ ക്ലോസിങ് കിട്ടിയിങ്ങനെ ഗ്രീനിലാണ്. പ്രൈസ് അബവ് ആണ്. ഏത് അബവ്? ഈ റെഡ് ക്യാൻഡിൽ ഫ്രഷ് സെല്ലിങ് തുടങ്ങിയല്ലോ ഇവിടെ നിന്ന് 24,470 അതിൻ്റെ അബവ് ആണ് ഓൾമോസ്റ്റ് ക്ലോസിങ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ദാറ്റ് മീൻസ് അതൊക്കെ ഓവറോൾ ബുള്ളിഷാണ് സ്ട്രക്ചർ. വലിയ ബിയറിഷ്നെസ് നാളെ ഒന്നും നമുക്ക് കാണുന്നില്ല. പിന്നെ ഒരു ട്രെൻഡ് ലൈൻ വേണമെങ്കിൽ നമുക്കൊരു 15 മിനിറ്റ്സിലൊരു ട്രെൻഡ് ലൈൻ നമ്മൾ വരുന്നുണ്ട് ചെറുതായിട്ട് ഇവിടെ. അതുകൂടി ഇന്നും വരച്ച് വെച്ചേക്കണം. നിങ്ങളുടെ ചാർട്ട്സിൽ ഇതുപോലെ തന്നെ എല്ലാം വരച്ച് വെക്കണം. എന്നിട്ടാണ് നമുക്ക് കുറച്ചുകൂടി പിടികെടുത്തത്. ഇത് കണ്ടോ ഈ ഒരു ട്രെൻഡ് ലൈൻ ഞാൻ ബ്ലാക്ക് ആക്കി എടുക്കാം, ഒരു റെഡ് ആക്കി എടുക്കാം. ഓക്കെ, സോ ഇതിൻ്റെ അബവ് ചെറിയൊരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ വീണ്ടും കിട്ടും നമുക്ക്. ഈ ഒരു ട്രെൻഡ് ലൈൻ അബവ് നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ ഫ്രഷ് ട്രേഡ് എടുക്കാം. ഫസ്റ്റ് ടെസ്റ്റിന് 24,600 എന്നാൽ 670, 720 ഇത്ര മൂവ് ഞാൻ നാളെ
എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ ഹ്യൂജ് മൂവ് വരാനാണെങ്കിൽ ഈ 24,600 അബവ് സസ്റ്റെയിൻ ചെയ്യാൻ ശരിക്കും ബുള്ളിഷ്നെസ് തുടങ്ങും. അപ്പോൾ ഓവറോൾ 720 അബവ് സസ്റ്റെയിൻ, ഓവറോൾ 720 അബവ് നാളെ ഫുൾ സസ്റ്റെയിൻ ചെയ്താൽ ദെൻ നമുക്ക് 800 ആൻഡ് 850 ലെവൽസൊക്കെ കിട്ടും. വീക്ക്നെസ് വരുന്നത് വീണ്ടും ഞാൻ പറഞ്ഞു, വീക്ക്നെസ് ഒരു 24,360 അബവ് വീക്ക്നെസ് വരത്തുള്ളൂ. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷൻ കമൻറ്റ് ചെയ്യുക. ലൈക്സ് വളരെ കുറവാണ്, വ്യൂസ് ഇഷ്ടംപോലെ ഉണ്ട്, ബട്ട് ലൈക്സ് കുറവാണ്. എല്ലാവരും ലൈക്സ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.